ഒരു ഉച്ച. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങൾ ഇന്ന് കല്യാണത്തിന് പോകാനുള്ള തിരക്കിലാണ് കേട്ടോ. ഇന്ന് മെയിലാഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തണം. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ചായയൊക്കെ കുടിച്ച് ഒരു കാൽ ചായ കുടിച്ച് പിന്നെ അതിൻ്റെ ഇപ്പം പാല് സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് കാച്ചാൻ വേണ്ടി വെച്ചു. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. പുട്ട് റാവി വന്നിട്ടുണ്ട്. പഴവും പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ അടിപൊളി മീൻകറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ നാഷ്ടയൊക്കെ കഴിഞ്ഞിട്ട് വേണം. തുണികളൊന്നും എടുത്ത് വെച്ചിട്ടില്ല, അതെടുത്ത് വെക്കണം, കുട്ടികളെ കുളിപ്പിക്കണം, നമ്മൾ കുളിക്കണം, ഡ്രസ്സ് മാറ്റണം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പം തന്നെ ആയിട്ട് സമയം കണ്ടോ 9:45 ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഉച്ചയൊക്കെ കഴിയും തോന്നുന്നു. അപ്പോൾ മഴയുണ്ട് കേട്ടോ, മഴയുണ്ട്. ഇപ്പം മഴയില്ല, പക്ഷെ മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റൂബിനെ അവിടെ തറവാട്ടിൽ കൊണ്ടുപോയി വിടണം. കണ്ടോ ഞങ്ങളുടെ റൂബി കിടക്കണം. ഞങ്ങളുടെ റൂബി ഫുഡൊക്കെ കൊടുത്ത് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ മൂപ്പര്. അപ്പം ഇനി ഞങ്ങൾ റൂബിനെ അവിടെ തറവാട്ടിൽ കൊണ്ട് വിടണം. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഞങ്ങളിവിടെ എത്തുള്ളൂ. അപ്പോഴത്തേന് റൂബിനെ അവിടെ കൊണ്ട് വിട്ടിട്ട് വേണം പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. പിന്നെ അപ്പോൾ കല്യാണം വന്നിട്ട് എൻ്റെ ഇക്കാടെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മൂത്തശ്ശിയുടെ മോൻ്റെ കല്യാണം മൂത്തശ്ശനും അവരുടെ 5ാം മൈലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ട ഒരുക്കങ്ങളിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തുണികൾ ഇപ്പം ഒരാഴ്ചയായിട്ട് വിടാതെ മഴയല്ല. അപ്പോൾ ഞാനൊന്ന് വാടിക്കഴിഞ്ഞ ആഴ്ച ഇവിടെ കൊടുന്നിട്ട് ഈ റൂമിൽ കൊടുന്ന് വിരിച്ചിടും കേട്ടോ. ഈ റൂം ആരും യൂസ് ചെയ്യുന്നില്ല, എൻ്റെ മോളുടെ റൂമാണ്. അപ്പോൾ അങ്ങനെ ഇതാ ഡ്രസ്സുകൾ, എല്ലാവരുടെ ഡ്രസ്സുകളും മെയിലാഞ്ചിക്കുള്ളത്, റിസപ്ഷനുള്ളത്, കല്യാണത്തിനുള്ള ഡ്രസ്സ്, അങ്ങനെ 5 പേരുടെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യണം എടുക്കണം കേട്ടോ. പിന്നെ അതിനുള്ള ചെരുപ്പുകൾ, അതിനുള്ള മേക്കപ്പ് സാധനങ്ങൾ മൊത്തം ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്ത് വന്നപ്പോൾ വെക്കാൻ സ്ഥലമില്ല മക്കളെ. പിന്നെ അങ്ങനെ 3 ബാഗ് ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ പുറമെ വേറെ ഒരു കവറും ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ചെരുപ്പുകൾ, എല്ലാവരുടെ ചെരുപ്പുകളും ഉണ്ട്. പിന്നെ അങ്ങനെ എല്ലാം കൂടെ പാക്ക് ചെയ്ത് വെച്ചപ്പോൾ ഇത്രങ്ങാനും സാധനങ്ങളായി. അപ്പോൾ സോനും ഷേക്കിയും കൂടെ ബൈക്കിൽ പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ലഗേജൊക്കെ വെച്ച് കൊടുക്കാമല്ലോ നമുക്ക്. പിന്നെ ബസ്സിൽ ഞാനും എൻ്റെ അച്ഛനും റീനുവും കൂടെ ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ മഴ ചാറിക്കൊണ്ടിരിക്കുന്നത്, നല്ല മഴയല്ല പക്ഷേ ചാറലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇവർ 2 പേരിൻ്റെ തല്ലുപിടിയും ഉണ്ട് കേട്ടോ. എൻ്റെ വലുത് 2 എപ്പോൾ നോക്കിയാലും തല്ലുപിടിയാണ്. അപ്പോൾ ഇന്നലെ അച്ഛൻ എനിക്ക് മെയിലാഞ്ചി ഇട്ടതെന്നാണ് കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ അവർ 2 പേരും ബൈക്കിൽ അവരിനെ പറഞ്ഞു വെച്ച് കുറച്ച് ലഗേജ് അവിടെ കൊടുത്തു വിട്ടു. പിന്നെ ഒരു ബാഗും ഈ ഹാൻഡ് ബാഗും മാത്രമേ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് മാറ്റി ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വരാൻ പറഞ്ഞ്, ബസ് സ്റ്റോപ്പിൽ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ തൂക്കിയിട്ട് പോകേണ്ടി വെച്ചിട്ട് അങ്ങനെ ഓട്ടോ വരാൻ പറഞ്ഞ് ഓട്ടോയിൽ കയറി ബസ്സിൽ പോയി. അങ്ങനെ ബസ്സിൽ എൻ്റെ ഇളേശിയും കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കൂടെ ഞങ്ങൾ ഒരുമിച്ച് 5ാം മൈലെത്തി. അങ്ങനെ കല്യാണ വീടെത്തിയിട്ട് ഒരു ഉച്ച സമയം 2 മണി കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ എത്തുമ്പോൾ അങ്ങനെ ഇവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റും പിന്നെ ഗ്രൂം ടു ബിയുടെ അറേഞ്ച്മെൻറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. മണ്ഡപത്താണ് കല്യാണങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ സെറ്റപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മക്കൾ. ഇതൊക്കെ ചെക്കയുടെ അനിയന് എല്ലാവരുമാണ്. പിന്നെ അതിൻ്റെ മൂത്തശ്ശന്മാർ, ഇളേശൻ, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കുന്ന തിരക്കായിരുന്നു. ഞാൻ കയറി പോകുമ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇത്താതാടെ വീട്. അപ്പോൾ അങ്ങനെ ഞങ്ങളും ഫുഡ് കഴിക്കും. നെയ്ച്ചോറും കായ്ച്ചാറും അങ്ങനെ അച്ചാറ്, പപ്പടം, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളും ചോറ് കഴിക്കാൻ ഇരുന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ഗ്രൂം ട്യൂബിയുടെ വീഡിയോ കാണാം. ബൈ.